ഇഞ്ചക്ഷൻ വെക്കണ്ട. എന്റെ ഡോക്ടർ ചേച്ചി വരാതെ ഞാൻ ഇഞ്ചക്ഷനും എടുക്കത്തില്ല, മരുന്നും കഴിക്കില്ല. എന്റെ പൊന്നു മോനെ, ഡോക്ടർ വരാൻ കുറച്ച് സമയം എടുക്കും. ഇഞ്ചക്ഷനും മരുന്നും കഴിച്ചില്ലെങ്കിലേ മോന്റെ അസുഖം എങ്ങനെ മാറും? മോൻ മരുന്നൊക്കെ കഴിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തിരിക്കുമ്പോ ഡോക്ടർ ഇങ്ങ് വരത്തില്ലേ? അതിനിപ്പോ ഇവിടെ ആരാ വൈകിയേ? ഹായ് ഡോക്ടർ ചേച്ചി, എത്ര നേരം കൊണ്ട് ഞാൻ ചേച്ചി നോക്കിയിരിക്കുമെന്നറിയോ? ആ ഡോക്ടർ വന്നോ? ഡോക്ടർ വരാതെ ഇഞ്ചക്ഷൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ വന്നില്ലേ, ഇനി മനുക്കുട്ടൻ വാശി പിടിക്കരുത്. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്നൊക്കെ കഴിച്ചാൽ മാത്രമേ മോൻ്റെ അസുഖം മാറുള്ളൂ. എന്നിട്ട് വേണ്ടേ നമുക്ക് പഠിച്ച് വലിയ പൈലറ്റൊക്കെ ആവണ്ടേ? ആവണം. എന്നാ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് സമ്മതിച്ചേ. ഹേയ് സൃഷ്ടി, പോവല്ലേ, ഞാനും ഉണ്ട്. ആ രാഹുൽ, നീയോ? ഇന്ന് ലേറ്റ് ആയിട്ടാണോ വന്നേ? അതോ, ഇന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. നെക്സ്റ്റ് വീക്ക് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? അതിനു മുമ്പ് നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. സൺഡേ ഞാൻ പിക്ക് ചെയ്യാൻ വരാം. നീ റെഡിയായി നിൽക്കണം. നീ അതിങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാവിലെ എന്താ നിന്റെ കേസ്? ഒരു ആക്സിഡന്റാ, ഓപ്പറേഷൻ വേണ്ടി വരും. സൃഷ്ടി, നിനക്കറിയാലോ, ഡാഡി മമ്മി എന്നെ എപ്പോഴും പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക, മാരേജിന്റെ പേരും പറഞ്ഞ്. നീ പറഞ്ഞുകൊണ്ട് മാത്രം ഒരു 6 months കഴിഞ്ഞിട്ട് മാരേജ് മതി എന്ന് വിചാരിച്ചത്. ഇനി 1 മാസം കൂടെ ഉള്ളൂ. തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ ലീവ് നൗ. ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, ഞാനും പോകുക. നമ്മുടെ ലക്ഷ്യം നല്ലൊരു ഡീലിങ്സ് നടത്തണമെന്നാണ്. ബട്ട് ഹി ക്രോസ് ഓൾ ലിമിറ്റ്സ്. സോ എന്താ ചെയ്യണമെന്നറിയാലോ? ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബോസ് ഇതറിഞ്ഞാലുള്ള കോൺസിക്വൻസിനെ പറ്റിയാ. ഹി നോ ദാറ്റ് ഹീസ് ഓൺ ദ വേ. അവൻ ചീറ്റ് ചെയ്തല്ലേ? ഐ നോ ദാറ്റ്. അവന്റെ അച്ഛൻ അതിലും വലിയ ചതിയനാ. അവൻ അങ്ങനെ ഈസി ആയിട്ട് മരിക്കരുത്. ഇഞ്ചിഞ്ചായിട്ട് വേണം മരിക്കാൻ. ഓക്കെ സാർ, ഞങ്ങൾ നോക്കിക്കോളാം. ബട്ട് അവന് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാ. അവൻ തീർക്കുവാണെങ്കിൽ ഒറ്റയടിക്ക് തീർക്കും. ഹീസ് എക്സ്പ്ലോസീവ്. ഓക്കെ, ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. ഓക്കെ സാർ, യു ഡോണ്ട് വെറി, വി വിൽ മാനേജ് ദാറ്റ്. ഓക്കെ, വെർ ഹീസ് നൗ? ബോസ് 2 days ബിഫോർ ഒരു മീറ്റിംഗിന് വേണ്ടി മുംബൈയിലേക്ക് പോയി. ഈവനിങ് എത്തും. ഓക്കെ, ഐ വിൽ കോൾ ഹിം ലേറ്റർ. ഹാ, എന്ത് ഫാസ്റ്റ് അല്ലേ കാര്യങ്ങളൊക്കെ. നീ അവന്റെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാ ഇതിന് സമ്മതിച്ചത്? ഐ ഡോണ്ട് നോ. എല്ലാവരും കൂടിയല്ലേ തീരുമാനിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിന് എന്താ പ്രസക്തി? ഒരു സൈഡിൽ അവൻ്റെ പേരൻസ്, മറ്റേ സൈഡിൽ എൻ്റെ ഡാഡി. എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അവൻ എപ്പോഴും ഈ കാര്യത്തെപ്പറ്റി മാത്രമേ സംസാരിക്കത്തുള്ളൂ. ആക്ച്വലി ഒരു നല്ല ഫ്രണ്ട് എന്നുള്ളൊരു നിലയ്ക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുമാത്രമല്ല, സംടൈംസ് ഒരു ടോക്സിക് വൈബ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാരേജ് അറിയാം. നീ അറിഞ്ഞോ, ഇന്നലെ സിറ്റിയിൽ 2 ഡെഡ് ബോഡീസാണ് കണ്ടുകിട്ടിയത്. ആരാ ചെയ്തെന്നൊന്നും ആർക്കും അറിയില്ല. നീ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് പോടി, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അങ്ങനല്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ശ്രീയെ ഞാൻ നല്ല മിസ് ചെയ്യുന്നു. ഞാനും. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവളെ ഒന്ന് വിളിക്കണം. എടി, സൺഡേ ഞാൻ ബിസിയാ. നമുക്ക് വേണമെങ്കിൽ വേറൊരു ദിവസം. എടി, ഞാൻ പിന്നെ വിളിക്കാമേ. ഫൈറ്റോ തീർന്നോ? രാഹുലോ? ഇവന് വിളിക്കാൻ കണ്ടൊരു സമയം. അയ്യോ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ട് കാണോ? Who are you? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് പിന്നെ ഞാനിവിടെ അറിയാതെ വന്നപ്പോൾ, ഒളിച്ചപ്പോൾ, ഫോൺ റിങ് ചെയ്തപ്പോൾ. സോറി. ഓരോന്ന് വന്നോളൂ ഇങ്ങനെ. ആക്ച്വലി ഇയാളുടെ ഫൈറ്റ് അടിപൊളിയായിരുന്നു.
അയ്യോ, കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നു. ഇതൊക്കെ ഒരു ചെറിയ മുറിവല്ലേ, അതിന് ഇത്ര റിയാക്ഷൻ എന്തിനാ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? എന്റെ കാറിന്റെ ബാക്കിൽ എന്താ ചെയ്തോണ്ടിരുന്നേ? ഞാൻ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോഴവിടെ ഫൈറ്റ് നടക്കുന്നത് കണ്ടത്. പെട്ടെന്ന് പാനിക് ആയതുകൊണ്ടാണ് കാറിന്റെ ബാക്കിൽ ഒളിച്ചത്. ശരി, പൊക്കോ. ഇവിടെ അത്ര സേഫ് അല്ല. അപ്പോൾ ഈ മുറിവോ? ഇത് സെപ്റ്റിക് ആവും. വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ഓ, അതൊന്നും. साथिया 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 साथिया. ഫൈറ്റ് ചെയ്തതൊന്നും തെറ്റല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു താങ്ക്സ് ഒക്കെ ആകാം കേട്ടോ. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ താങ്ക്സ് പറയാൻ വിചാരിച്ചു. വീട്ടിൽ പോവാൻ നോക്ക് നീ. എന്ത് മനുഷ്യനയാള്. ഹലോ എടി, എന്താ പ്രശ്നം? നീ എന്താ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് പോയത്? ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു നിനക്കറിയാമോ? എടി, ഒന്ന് കൂളാവ്. ഞാനൊരു ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ട് പോയതാ. അതാ ഞാൻ പെട്ടെന്ന് ഫോൺ വെച്ചത്. അതായിരുന്നു കാര്യം. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. നീ വീട്ടിലെത്തിയോ? ഞാൻ കാറിലാടി, വീട്ടിലോട്ട് പോകുക. കാറിലാണോ? ശരി, നീ വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി. ഇവളുടെ ഒരു കാര്യം. ആ രാഹുലിനെ ഒന്ന് വിളിക്കാം. അവനെന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ലല്ലോ. ബിസി ആണല്ലോ, നാളെ രാവിലെ വിളിക്കാം. ഇതെന്താ കോട്ടില്? ഓ, ബ്ലഡ്. ഈ കാലത്ത് ആരെ ഹെൽപ്പ് ചെയ്യാൻ കൊള്ളത്തില്ല. താങ്ക്സ് പോയിട്ടൊന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. ബോസ്, ഇവിടെ വരാതെ നേരെ അവിടെ പോയോ? ബോസ്, ആർ ഓക്കെ? ഓക്കെ. ദേവന്റെ ആൾക്കാർ നമ്മളെ ചതിക്കുമായിരുന്നു ബോസ്. അവർ എഗ്രിമെന്റിൽ പറഞ്ഞതുപോലായിരുന്നില്ല കാര്യങ്ങളൊക്കെ. നമുക്ക് 50 lakhs ആണ് നഷ്ടമുണ്ടായിരിക്കുന്നത്. അയിനോ, എനിക്കെല്ലാം നേരത്തെ തന്നെ അറിയായിരുന്നു. അവൻ ഇതിനു വേണ്ടി എവിടെ വരെ പോകുമെന്ന് എനിക്ക് അറിയണമായിരുന്നു. ബോസ്, മഹേന്ദ്ര സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ബോസ് എപ്പോൾ വരുമെന്ന് അറിയാൻ വേണ്ടി. ബോസ്, കയ്യിലെന്ത് പറ്റി? ഓ, ഫൈറ്റിനിടെ സംഭവിച്ചതാ. ശരി, നിങ്ങൾ നാളത്തെ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്തിട്ട് എന്നെ അറിയിക്കുക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എടാ, ഇത്ര നാളും ബോസ് ഫൈറ്റ് ചെയ്യുമ്പോൾ മുറിവ് പറ്റാറുണ്ട്. അത് പുള്ളി പോയിട്ട് നമ്മളെ കൊണ്ട് പോലും ബാൻഡേജ് ചെയ്യിപ്പിക്കത്തില്ല. ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. അപ്പോ ഈ ബാൻഡേജ് എവിടുന്ന് വന്നതോ? സംതിങ് ഫിഷി. ഫൈറ്റ് ചെയ്തതൊന്നും തെറ്റല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു താങ്ക്സ് ഒക്കെ ആകാം കേട്ടോ. ഓ, ഡാം ഇറ്റ്. ഞാൻ എന്നിട്ട് ഇപ്പൊ അവളെ കുറിച്ച് ചിന്തിക്കുന്നത്. വെളിയിൽ നിന്ന് ഭയങ്കര ഹാർഡാണെങ്കിലും അല്പം മനുഷ്യത്വമുണ്ട്. ഇല്ലെങ്കിൽ എന്നെ സ്പോട്ടിൽ തിരുത്തേനെ. ഞാനെന്തിനിപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഓർക്കുന്നേ? ഓ, ലീവ് ഇറ്റ്. ഹലോ, പറയടി. എടി, നീ വീട്ടിലെത്തിയോ? രാഹുൽ നിന്ന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ രാവിലെ. അപ്പോൾ വേറെ വല്ല ആവശ്യത്തിന് വന്നതായിരിക്കും. ചിലപ്പോൾ ആയിരിക്കും. എന്നാ ശരിയടി, വെക്കുക. ഗുഡ് നൈറ്റ്. മണിക്കൂട്ടൻ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പോകാലോ. പക്ഷെ എനിക്ക് ഡോക്ടർ ചേച്ചി കാണാൻ പറ്റില്ലല്ലോ. ആരാ പറഞ്ഞേ? മണിക്കൂട്ടൻ ഒന്ന് വിളിച്ചാ ഞാൻ അങ്ങ് വരില്ലേ? നമുക്ക് എപ്പോൾ വേണേലും കാണാലോ. ഡോക്ടർ ഇറങ്ങുമല്ലേ? ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് അല്ലായിരുന്നോ? ഞാനിപ്പോൾ ഇറങ്ങും. ഉച്ച കഴിഞ്ഞോണ്ടാണെന്ന് തോന്നുന്നു. നല്ല മഴക്കോളുണ്ട്. ഡോക്ടർ എന്നാ പെട്ടെന്ന് ഇറങ്ങിക്കോ. സൃഷ്ടി ഇറങ്ങുവാണല്ലേ? ഞാനിപ്പോൾ ഇറങ്ങുവാ. ആ കുട്ടി 2 days കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും അല്ലേ? അതെ, അവനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഓക്കെ, എന്നാ താൻ ഇറങ്ങിക്കോ. നല്ല മഴ വരുന്നുണ്ട്. പഞ്ചറായോ? ഓഹ്, ഇനിയിപ്പോൾ നടന്നു പോവാം. അയ്യോ, മഴ പെയ്തു. ഓ, അയ്യോ, തണുക്കുന്നേ. എന്തായാലും ഒരു കോഫി കുടിച്ചേക്കാം. അത് അയാളല്ലേ? അവിടെ പോയിരിക്കാം. ഹായ്, എന്നെ ഓർമ്മയുണ്ടോ? ഇവളെന്താ ഇവിടെ? നമ്മൾ തമ്മിൽ വീണ്ടും കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ, നമ്മൾ തമ്മിൽ ഡോക്ടർ പേഷ്യൻ്റ് ബന്ധമില്ലേ? അതുകൊണ്ടെങ്കിലും പേരെന്ന് പറഞ്ഞൂടെ? മാം, സാർ, യുവർ ഓർഡർ പ്ലീസ്. ഐ നീഡ് 1 coffee. ഓക്കെ, ആൻഡ് സാർ യു? 1 cold coffee. ഓക്കെ, താങ്ക് യു. പേര് പറഞ്ഞില്ലല്ലോ. ആരോ?
ആരവ് മഹേന്ദ്രൻ. നൈസ് നെയിം. പക്ഷേ ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. ഇറ്റ് വാസ് എ സിമിലർ നെയിം. ഹേയ്, AVM ഗ്രൂപ്പ്സിൻ്റെ CEO അല്ലേ? കണ്ടോ ഞാൻ എത്ര ഈസി ആയിട്ടാണ് കണ്ടുപിടിച്ചതെന്ന്. എൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നില്ലേ? വാട്ട്സ് യുവർ നെയിം? സൃഷ്ടി വിശ്വനാഥ്. ഐ എം എ ന്യൂറോ സർജൻ. ഓക്കെ. Sir, your order. മാം, യുവർ ഓർഡർ. എൻ്റെ അമ്മേ, ഇത്ര തണുപ്പത്താണോ കോൾഡ് കോഫി കുടിക്കുന്നത്? മനുഷ്യനോട് തണുത്തിട്ട് വയ്യ. ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചൂടെ? എന്ത് നല്ല സ്മൈലായത്. ഇത്ര നല്ല സ്മൈൽ ഉണ്ടായിട്ടാണോ പുറത്ത് ഇത്ര ഗൗരവം? ഓക്കെ, കോൾഡ് കോഫിയൊക്കെ കുടിച്ചോ, ഞാൻ പോകുക. ഹലോ ബോസ്, അൺഫോർച്ചുനേറ്റ്ലി മീറ്റിംഗ് പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ടി വന്നു. സോറി ബോസ്, നാളെ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, നാളത്തേക്ക് മതി. അല്ലെങ്കിൽ എനിക്കൊരു മൂഡില്ലായിരുന്നു. ബോസ്, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ലോഡ്സ് ഇവിടെ സ്റ്റക്കായി കിടക്കുകയാണെന്നൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം ദേവന്റെ ആൾക്കാരാണെന്നാണ് കണ്ടെത്തിയത്. ബോസ് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ലോഡ് കടത്തിയവരെ സേഫ് ആക്കണം, ബാക്കി ഞാൻ നോക്കോളാം. വെൽ പ്ലെയർ, വെൽ പ്ലേ. നീ എൻ്റെ ആൾക്കാരെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിച്ചോ? നീ ഇതൊക്കെ ചെയ്ത് കൂട്ടിയാ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു വിചാരിച്ചോ? അതിന് ആരോ ഒന്നുകൂടെ ജനിക്കണം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്. ഐ എം വെയിറ്റിംഗ്.